ഇന്നിപ്പോൾ അതിജീവതയുടെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. മഞ്ജു വാര്യരുടെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിജീവതയുടെ പോസ്റ്റ് ഞാനിവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട്. അവർ മെയിനായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് വിധി ആൻഡ് കോടതിയിൽ നിന്ന് അവർക്കുണ്ടായ അവകാശ ലംഘനങ്ങൾ, അവരുടെ അതൃപ്തി, അങ്ങനത്തെ കാര്യങ്ങൾ തന്നെയാണ്. അതിൽ നിന്ന് എസ്പെഷ്യലി അവർ ചൂണ്ടിക്കാണിക്കുന്ന മെയിൻ കാര്യം, ഈ കേസിൽ അവരുടെ അടിസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടില്ല. ദാറ്റ് റിമാർക്സ് ഈ കേസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ മെമ്മറി കാർഡ് കോടതി കസ്റ്റഡിയിൽ ഉണ്ടായിരിക്കവേ 3 തവണ അനധികൃതമായി തുറന്നുവെന്നും പരിശോധിച്ചുവെന്നും കണ്ടെത്തി. മെമ്മറി കാർഡ് അനധികൃതമായി കൈകാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ഞാൻ പലതവണ ആവശ്യപ്പെട്ടു. എന്നാൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും നൽകിയിരുന്നില്ല. പിന്നീട് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മാത്രമാണ് നൽകിയത്. മെമ്മറി കാർഡിൻ്റെ കാര്യം പറയുന്നു. പ്രോസിക്യൂഷൻ എന്താണോ കോടതിയിൽ നിന്ന് നേരിട്ട ആ സിറ്റുവേഷനെ കുറിച്ച് അവർ പറയുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അവരവരുടെ പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. മെമ്മറി കാർഡും ഡീറ്റെയിൽസൊക്കെ തന്നെയാണ് ഈ ഒരു വീഡിയോയുടെ കോണ്ടന്റ് എന്ന് പറയുന്നത്. അടുത്തത് മഞ്ജു വാര്യരുടെ പോസ്റ്റാണ്. ബഹുമാനപ്പെട്ട കോടതിയോട് ആദരവുണ്ട്, പക്ഷേ ഇക്കാര്യത്തിൽ നീതിപൂർണമായി നടപ്പാക്കി എന്ന് പറയാനാവില്ല. കാരണം കുറ്റം ചെയ്തവർ മാത്രമേ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടുള്ളൂ. ഇത് ആസൂത്രണം ചെയ്തവർ, അത് ആരായാലും അവർ പുറത്ത് പകൽ വെളിച്ചത്തിലുണ്ട് എന്നത് ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അവർ കൂടി ശിക്ഷിക്കപ്പെട്ടാലേ അതിജീവിതയ്ക്കുള്ള നീതി പൂർണ്ണമാവുകയുള്ളൂ. പോലീസും നിയമവും സംവിധാനങ്ങളും ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹത്തിനുള്ള വിശ്വാസം ദൃഢമാക്കാൻ അത് കൂടി കണ്ടെത്തിയേ തീരും. ഇത് അവൾക്ക് വേണ്ടി മാത്രമല്ല, ഈ നാട്ടിലെ ഓരോ പെൺകുട്ടികൾക്കും, ഓരോ സ്ത്രീക്കും, ഓരോ മനുഷ്യർക്കും കൂടി വേണ്ടിയാണ്. അവർക്ക് തൊഴിലിടങ്ങളിൽ, തെരുവിലും ജീവിതത്തിലും സധൈര്യം തലയുയർത്തിപ്പിടിച്ച് ഭയപ്പാടില്ലാതെ നടക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായി തീരൂ. അന്നും ഇന്നും എന്നും അവൾക്കൊപ്പം മഞ്ജു വാര്യർ എന്നുള്ളൊരു പോസ്റ്റും വന്നിട്ടുണ്ട്. ഇതിൽ മഞ്ജു വാര്യർ ഇട്ട പോസ്റ്റ് എഗെയിൻ ഞാൻ പറയുന്നു, ഇതിൽ ആസൂത്രണം ചെയ്ത ആളുകൾ, ഓക്കെ, കുറ്റം ചെയ്തവരെന്താണെങ്കിലും ശിക്ഷിച്ചു, പക്ഷെ കുറ്റം ചെയ്യാൻ അവരെ ആസൂത്രണം ചെയ്ത് ഗൂഢാലോചന ചെയ്ത ആളുകൾ പച്ച വെളിച്ചത്തിൽ ഇറങ്ങി നടക്കുന്നു എന്ന് പറയുമ്പോൾ എഗെയിൻ പോയിൻറ്റിങ് ഫിംഗർ ടു സംവൺ എന്നുള്ളൊരു ചോദ്യം വീണ്ടും വീണ്ടും വരികയാണ്. എന്താണെങ്കിലും കോടതിയിൽ ഈ പറഞ്ഞ രീതിയിൽ ഒരു സംഗതിയും ഇവർക്ക് ഫേവറബിളായിട്ട് വന്നിട്ടില്ല എന്നുള്ള സിറ്റുവേഷനുള്ള സമയത്ത്, ഓക്കെ, വീണ്ടും ഇതേപോലെ എങ്ങോട്ടോ നോക്കിയൊരു വിരൽ ചൂണ്ടൽ, ആർക്കോ വേണ്ടിയൊരു സംസാരം. ഇവിടെ അവൾക്കൊപ്പം അല്ലെങ്കിൽ ഈ നാട്ടിലെ ഇതേപോലെ പല സിറ്റുവേഷൻ അനുഭവിച്ച് നീതി ലഭിക്കാത്ത പല മനുഷ്യർക്ക് വേണ്ടി എന്നൊക്കെ പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഞാൻ പറയുന്നത് എന്താ പറയുക, ഇഫ് യു ഹാവ് എ സോളിഡ് പ്രൂഫ്, അത് നിങ്ങൾ സൊസൈറ്റിയുടെ മുമ്പിലെങ്കിലും പോയിൻ്റ് ഔട്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യം ചെയ്താൽ നന്നായിരിക്കും. ബട്ട് സ്റ്റിൽ ഇത് പറയുമ്പോഴും ഞാൻ പറയുന്നു, ചിലപ്പോൾ നിങ്ങൾ ആരെയാണോ ഉദ്ദേശിക്കുന്നത് അവർ ഭയങ്കര സ്ട്രോങ് ആയിരിക്കാം. ആ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരുടെ മുന്നിൽ പിടിച്ച് നിൽക്കാൻ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരിക്കും. ഇനി നിങ്ങൾ അങ്ങനെ ഒരു പോയിൻ്റ് ഔട്ട് ചെയ്ത്, ഇപ്പോൾ ഒന്നും പറയാതെ തന്നെ നിങ്ങൾ പറയുമ്പോൾ തന്നെ അതിൽ പല രീതിയിലുള്ള ഇൻ്റർപ്രിട്ടേഷൻസ് വരുന്നുണ്ട്, അതിൽ പല ആളുകളുടെ പേര് വന്നു പോകുന്നുണ്ട്, ഓക്കെ. അങ്ങനെയൊക്കെ വരുമ്പോൾ വീണ്ടും നിങ്ങൾ അനുഭവിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആലോചിച്ചിട്ടൊക്കെ നിങ്ങൾ പറയാതിരിക്കുകയായിരിക്കും. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് ഹൈ ടൈം എന്നൊക്കെയാണ്. അങ്ങനെയൊക്കെ പറയാൻ പറ്റൂ ഇതിനകത്ത്. അപ്പോൾ എന്താണെങ്കിലും ഇനി മെമ്മറി കാർഡിലേക്ക് പോവാം. മഞ്ജു വാര്യരുടെയും അതിജീവിതയുടെ ഒക്കെ പോസ്റ്റ് ഓൾറെഡി പല രീതിയിൽ ഡിസ്കഷനിൽ പോകുന്നുണ്ട്. മെമ്മറി കാർഡിൻ്റെ കേസ് വന്ന സമയത്ത് ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഈ മെമ്മറി കാർഡിൻ്റെ വിഷയത്തിലാണ് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉള്ളത്. അപ്പോൾ പലരും പറഞ്ഞു, ഇവിടെ ശ്രീജിത്ത് പണിക്കർ ചെയ്തൊരു വീഡിയോ ഉണ്ട്, നിങ്ങളതൊന്ന് പോയി കണ്ടു നോക്ക്. അതിനകത്ത് പറയുന്നുണ്ട് മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ല. മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട്, അതിനകത്തുള്ള കണ്ടൻറ്റിൻ്റെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ല. സോ ദാറ്റ് ഷോസ് വിധിക്കകത്ത് പറഞ്ഞ പോലെ അതിനകത്തുള്ള കണ്ടൻറ്റ് ഇൻടാക്റ്റാണ്. ബട്ട് സ്റ്റിൽ ഐ ഹാവ് ഡൗട്ട്. നമുക്ക് ആദ്യം ശ്രീജിത്ത് പണിക്കരുടെ വീഡിയോ ഒന്ന് കാണാം. ഇവിടെ ഹാഷ് വാല്യൂ എന്ന് പറയുന്ന സമയത്ത് സാധാരണ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ഒരു മെമ്മറി കാർഡിന് അതിൻ്റേതായിട്ടുള്ള ഒരു ഹാഷ് വാല്യൂ ഉണ്ട്. അപ്പോൾ ആ കാർഡുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് നടക്കുമ്പോഴാണ്, അതായത് ആ കാർഡ് ആക്സസ് ചെയ്യുക, ആ കാർഡിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്തുക, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ, പുതിയ ഫയൽസ് ഉണ്ടാകുമ്പോൾ, എക്സിസ്റ്റിംഗ് ഫയൽ സിസ്റ്റം ചേഞ്ച് ചെയ്യപ്പെടുമ്പോൾ, പല കാർഡുകളും ആക്സസ് ചെയ്യപ്പെടുമ്പോൾ ഒക്കെ തന്നെ അതിൻ്റെ ഹാഷ് വാല്യൂ മാറും.
അതേപോലെ തന്നെ ആ കാർഡിലുള്ള ഇൻഡിവിജ്വൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫയലുകൾക്കും ഒരു ഹാഷ് വാല്യൂ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു പർട്ടിക്കുലർ മെമ്മറി കാർഡിൽ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട 8 വീഡിയോ ഫയലുകൾ ഉണ്ടെങ്കിൽ ആ 8 വീഡിയോ ഫയലുകൾക്കും ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ഹാഷ് വാല്യൂം ഉണ്ട്. അത് ഈ വീഡിയോ ഫയലുകളൊക്കെ തന്നെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടാമ്പർ ചെയ്താൽ ഒക്കെ തന്നെ ചേഞ്ച് ചെയ്യുന്നതാണ്. അതായത് 2 ഹാഷ് വാല്യൂ ആണ്. ഒന്ന് മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ, രണ്ടാമത്തേത് ഇൻഡിവിജ്വൽ വീഡിയോ ഫയലുകളുടെ ഹാഷ് വാല്യൂ. ഇതിൽ ഹാഷ് വാല്യൂ മാറി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ തന്നെ ഈ കഴിഞ്ഞ ദിവസമുള്ള ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ചർച്ചയിൽ അടക്കം പറഞ്ഞിരുന്നു, മാറിയിരിക്കുന്ന ഹാഷ് വാല്യൂ ഇതിൻ്റെ മെമ്മറി കാർഡിൻ്റേതാണ്, അതല്ലാതെ അതിലുള്ള ഇൻഡിവിജ്വൽ വീഡിയോ ഫയലുകളുടേതല്ല എന്നുള്ളതാണ് ലാബിൻ്റെ റിപ്പോർട്ട് എന്നാണ് മാധ്യമങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനർത്ഥം ഈ കേസിലേക്ക് ആസ്പദമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായിട്ടുള്ള ഈ വീഡിയോ ദൃശ്യങ്ങൾ എന്നത് ഒരു തരത്തിലും ഓൾട്ടർ ചെയ്യപ്പെട്ടിട്ടില്ല, അഥവാ അത് ടാമ്പർ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഇത് ടാമ്പർ ചെയ്തു എന്ന് വാദിക്കുന്ന ആൾക്കാരെല്ലാവരും പറയുന്നത് ഈ തെളിവ് ദിലീപ് ഒരുപക്ഷെ ആക്സസ് ചെയ്തതിന് ശേഷം അതിനെ എഡിറ്റ് ചെയ്തിട്ട്, നോക്കൂ ഇത് എഡിറ്റ് ചെയ്യപ്പെട്ട ഫയലാണ്, അതുകൊണ്ട് ആ ഫയലിൻ്റെ ഡേറ്റ ഇൻറ്റഗ്രിറ്റി നഷ്ടപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് അതിനെ തനിക്കെതിരെ ഒരു തെളിവായിട്ട് ഉപയോഗിക്കരുത്, ഈ കുറ്റകൃത്യത്തിൻ്റെ ഒരു തെളിവായിട്ട് അതിനെ പരിഗണിക്കരുത് എന്നൊരു വാദം ഉയർത്തും എന്ന മട്ടിലാണ് ഇവരെല്ലാവരും തന്നെ പറഞ്ഞിരുന്നത്. ഈ തെളിവ് എന്നുള്ള അതിൻ്റെ എവിഡൻഷ്യറി വാല്യൂ നഷ്ടപ്പെടുന്നില്ല. ഈ തെളിവ് ടാമ്പർ ചെയ്യപ്പെട്ടു എന്ന തരത്തിലുള്ള ഒരു പരിഗണനയോ ആശങ്കയോ ഉണ്ടാകേണ്ടുന്ന കാര്യമേ ഉണ്ടായിരുന്നില്ല. കാരണം ആ തെളിവ് ഇൻടാക്റ്റ് ആണ്, അതിൽ യാതൊരു വിധത്തിലുള്ള മാറ്റവും ഉണ്ടായിട്ടില്ല. തന്നെയുമല്ല, ലാബുകളൊക്കെ തന്നെ ഇത് പരിശോധിച്ചതിന് ശേഷം നൽകിയിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇതിനെ ഒന്നും തന്നെ ആക്സസ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം പ്രൈവസി ബ്രീച്ച് ഉണ്ടായിട്ടില്ല എന്നാണ് കോടതി ഈ വിധിയിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യം. ഇതിൻ്റെ ഫയൽ പ്രോപ്പർട്ടികളൊക്കെ തന്നെ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ കൃത്യമായിട്ട് ഏതൊക്കെ തീയതികളിലാണ് ആക്സസ് ചെയ്തിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ 2017 ഫെബ്രുവരി മാസം 18-ാം തീയതിക്ക് ശേഷം ആക്സസ് ഉണ്ടായിട്ടില്ല. ഇനി ഇത് കൂടാതെ കൺഫേം ചെയ്തിട്ട് ഫോറൻസിക് സയൻസ് ലാബിൻ്റെ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നതും ഇതേ കാര്യം തന്നെയാണ്. അത് അൺടച്ച്ഡ് ആണ് എന്നാണ് ലാബിൽ നിന്നുള്ള റിപ്പോർട്ട്. ഈ വീഡിയോ ക്ലിപ്പുകളെല്ലാം തന്നെ MY അഥവാ മൈ എന്ന പേരിലുള്ള ഒരു ഫോൾഡറിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ആ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഫെബ്രുവരി മാസം 18-ാം തീയതിയാണ് 2017. അതിനുശേഷം ഇത് ആക്സസ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഹി എഗെയിൻ ആർട്ടിക്കുലേറ്റഡ് ദ നോബഡി ആക്സസ്ഡ് ദിസ് ആഫ്റ്റർ ഫെബ്രുവരി 18, 2017 എന്നുള്ളതാണ് ലാബിൻ്റെ ഭാഗമായിട്ടുള്ള കൺഫേംഡ് ആയിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. ഓക്കെ, ഇതാണ് ശ്രീജിത്ത് പണിക്കർ വീഡിയോയിൽ കൃത്യമായിട്ടുള്ള ഒരു ഒബ്സർവേഷൻ പറഞ്ഞിട്ടുള്ളത്. ശരിയാവണം. അതായത് ഓൾറെഡി FSL റിപ്പോർട്ട് വന്ന സമയത്തൊക്കെ തന്നെ, വീഡിയോയിൽ ചർച്ച ചെയ്യുന്ന സമയത്തൊക്കെ തന്നെ ഈ ഒരു പോയിന്റ്സ് പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് എൻ്റെ ശ്രദ്ധയിൽ ഞാനിന്ന് പഴയ വീഡിയോസ് എടുത്ത് നോക്കിയപ്പോൾ കണ്ടു. എന്നാലുമുള്ള ഡൗട്ടുകൾ. ഓക്കെ, ഈ മെമ്മറി കാർഡ് ഒരു വിവോ ഫോണിലിട്ടു. ആ വിവോ ഫോൺ ആരത്? അന്ന് കുറേ പേരുകളുണ്ടായിരുന്നു. അതിൽ ഓക്കെ, ഫോൾഡറിൻ്റെ അകത്ത് ഈ 8 ഫയൽസ് ആക്സസ് ചെയ്തിട്ടില്ല. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി, കാരണം അതിൻ്റെ ഹാഷ് വാല്യൂ മാറിയില്ല. ബട്ട് ഇട്ട ഫോണിൽ നിന്ന് ഇത് എന്തിനിട്ടു? ഇത് കേസ് വലിഞ്ഞു പോകാനോ കേസ് ഡീവിയേറ്റ് ചെയ്യാനുള്ളൊരു തന്ത്രമാണെങ്കിലോ ആരെങ്കിലും ഒരാളെ ഉപയോഗിച്ച് മെമ്മറി കാർഡ് ടാമ്പർ ചെയ്യുന്നു എന്നുള്ളൊരു പ്രതീതി വരുത്തി തീർത്ത് കേസ് ഒന്നും കൂടി വലിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ മെമ്മറി കാർഡിൻ്റെ മുകളിൽ ഇഷ്ടം പോലെ സമയം സ്പെൻഡ് ആയിട്ടുണ്ട് ഈ ഒരു പർട്ടിക്കുലർ കേസിൽ. ഓക്കെ, അന്വേഷണ ഉദ്യോഗസ്ഥരടക്കം ചോദ്യചിഹ്നത്തിൽ നിന്ന്, കോടതി അടക്കം ചോദ്യചിഹ്നത്തിൽ നിന്നൊരു കാര്യമാണ്, ഇപ്പോഴും ചോദ്യചിഹ്നത്തിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് ഈ മെമ്മറി കാർഡ്. ഒരാൾക്കൊരു കേസിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തികൾക്കോ ഒരു കേസ് ഇല്ലാതാവണം എന്നുണ്ടെങ്കിൽ വാട്ട് ദേ നീഡ്, ഒരു ക്രൈം ചെയ്ത് ക്രൈം തെളിയിക്കാൻ വേണ്ടി കോടതിയിലെത്തിയ അതിവേഗ വിചാരണ, എത്രയും പെട്ടെന്ന് വിചാരണ കഴിച്ച് അല്ലെങ്കിൽ അന്വേഷണം കഴിച്ച് വിചാരണയ്ക്ക് കൊടുത്ത് പ്രതികളായ വ്യക്തികൾക്ക് തക്കതായ ശിക്ഷ മേടിച്ചു കൊടുക്കുക. വർഷങ്ങൾ പോകും തോറും, സമയം മുന്നോട്ട് പോകും തോറും തെളിവുകൾ ഇല്ലാതാവും, നശിപ്പിക്കപ്പെടും, പല രീതിയിൽ സിറ്റുവേഷൻസ് വരും. 2 രീതിക്ക് ഞാനിത് കാണുന്നത്. ഒന്നില്ലെങ്കിൽ ഇതൊരു അറ്റംപ്റ്റ് നടത്തി പാളിപ്പോയി, അല്ലെങ്കിൽ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ടൊരു അറ്റംപ്റ്റ് നടത്തി എന്തിന് സമയം നീട്ടി കിട്ടാനുള്ള ഒരു ഉപാധി. അങ്ങനെ ആയിക്കൂടെ? അതായത് ഒരു ഫോണിനകത്ത് ഈ മെമ്മറി കാർഡ് ഇട്ടു എന്നത് ക്ലിയർ ആയിട്ട് ഇതിൽ പറയുന്നുണ്ട്, ജഡ്ജ്മെന്റിൽ പറയുന്നുണ്ട്. ഒരു വിവോ ഫോണിൽ ഇട്ടു. ആരാണ് വിവോ ഫോൺ ഉപയോഗിച്ചത്, എന്തിനാണ് ഇട്ടത് എന്നത് ഇതുവരെ തെളിഞ്ഞിട്ടില്ല. ഇതിൻ്റെ അകത്തെ ഹാഷ് വാല്യൂ മാറാന്ന് പറഞ്ഞാൽ
കണ്ടന്റ് 8 ഫയലുകളുടെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ല. പക്ഷെ ഇത് ഒരു ഫോണിൽ പോയി തിരിച്ചു വന്നു എന്ന് ഈ മെമ്മറി കാർഡ് എവിടെ പോയാലും മെമ്മറി കാർഡ് അതിൻ്റെ എവിടെയൊക്കെ പോയി എന്നുള്ളത് വന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിവോ ഫോണിൽ പോയി വന്നു എന്ന് മെമ്മറി കാർഡ് പറഞ്ഞു. ആരുടേതാണ് വിവോ ഫോൺ, എന്തിനാണ് അവരിട്ടത്, ആരൊക്കെയാണ് കണ്ടത്? ഈ വിവോ ഫോണിൽ നിന്ന് ഇത് എഡിറ്റ് ചെയ്യുകയോ മാറ്റുകയോ ചെയ്തിട്ടില്ല. ഈ ഒരു ചോദ്യത്തിന്റെ മാത്രം ഉത്തരം എന്നോട് പറഞ്ഞാൽ മതി. ചർച്ച ചെയ്തു പോയ വിഷയങ്ങളാണ്. ഓക്കെ, ഒരു വിവോ ഫോണിലേക്ക് മെമ്മറി കാർഡ് പോകുന്നു. മെമ്മറി കാർഡിനകത്ത് കണ്ടന്റ് ഉണ്ട്. കണ്ടന്റ് അൺടച്ച്ഡ് ആവുക എന്ന് പറഞ്ഞാൽ കണ്ടന്റ് ഫയൽ തുറക്കായിരുന്നു അൺടച്ച്ഡ് ആവും. എൻ്റെ ഒരു സംശയമാണ്, ആരെങ്കിലും ഒക്കെ IT എക്സ്പെർട്ട് ഉണ്ടെങ്കിൽ പറ. ഒരു ഫോണിലിട്ടിട്ട് മെമ്മറി കാർഡ് ക്ലോൺ ചെയ്ത് മിറർ ചെയ്ത് അതിൻ്റെ ഒരു വേറെ വേർഷൻ വേറെ എന്തെങ്കിലും ഒരു പാരലൽ ആപ്പ് ഉപയോഗിച്ചിട്ട് അവർക്ക് അത് മിറർ ചെയ്ത് വേറൊരു ആൾക്ക് സെൻഡ് ചെയ്തുകൂടെ? അല്ലെങ്കിൽ അതേ ഫോണിൽ കീപ്പ് ചെയ്തുകൂടെ? ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ള എൻ്റെ ഒരു സംശയം മാത്രമാണ്. അത് സംശയമായിട്ട് തന്നെ അവിടെ കിടക്കട്ടെ. ശ്രീജിത്ത് പണിക്കർ അടുത്ത പോർഷൻ കാണാം. ഇനി ഇവിടെ കോടതി കണ്ടെത്തുന്ന ഗുരുതരമായിട്ടുള്ള ഒരു ഇടപെടൽ, ഒരു സ്റ്റേറ്റ്മെൻറ്റുകളിലുള്ള വൈരുദ്ധ്യം, അത് ഒരിക്കലും പാടില്ലാത്ത തരത്തിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ഇതിലെ പ്രധാനപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ശ്രീ ബൈജു പൗലോസ് നടത്തിയതായിട്ടാണ്. പ്രോസിക്യൂഷൻ വിറ്റ്നസ് 261 മുഖ്യ അന്വേഷണ ഉദ്യോഗസ്ഥൻ DYSP ബൈജു പൗലോസ് അദ്ദേഹം പറയുന്നത്, ഈ 2020 ജനുവരി മാസത്തിൽ ഈ ഹാഷ് വാല്യൂ മാറി എന്നതുമായി ബന്ധപ്പെട്ട് കോടതിക്ക് അറിവുണ്ടായിരുന്നെങ്കിലും അത് 2 വർഷം കഴിഞ്ഞാണ് കോടതിയിൽ നിന്ന് താൻ അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 വർഷ കാലയളവിൽ ഈ ഹാഷ് വാല്യൂ മാറിയതുമായി ബന്ധപ്പെട്ട് തനിക്ക് അറിവുണ്ടായിരുന്നില്ല എന്നാണ് ശ്രീ ബൈജു പൗലോസ് കോടതിയെ അറിയിച്ചത്. എന്നാൽ ബൈജു പൗലോസ് പറഞ്ഞത് നുണയാണ് എന്ന് കോടതി ഇവിടെ കണ്ടെത്തുകയാണ്. അതിനുവേണ്ടി കോടതി ആശ്രയിക്കുന്നത് തന്നെ ബൈജു പൗലോസിൻ്റെ തന്നെ സ്റ്റേറ്റ്മെൻറ്റാണ്. ഈ 2022 തന്നെ ഒരു റിട്ട് പെറ്റീഷനിൽ 5ാമത്തെ റെസ്പോണ്ടൻ്റ് ആയിരുന്നു ബൈജു പൗലോസ്. അന്ന് ഈ റിട്ട് പെറ്റീഷന് അദ്ദേഹം എഴുതി സമർപ്പിച്ചിരിക്കുന്ന മറുപടിയിൽ അതിൻ്റെ 11ാമത്തെ പേജിലെ 13ാമത്തെ പാരഗ്രാഫിൽ അദ്ദേഹം പറയുന്നത്, ഈ 2020 ജനുവരി മാസത്തിൽ തന്നെ, അതും തീയതി പറയുന്നുണ്ട്, 10ാം തീയതി തന്നെ തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിൻ്റെ ജോയിൻറ്റ് ഡയറക്ടർ തന്നെ നേരിട്ട് ഈ ഹാഷ് വാല്യൂ മാറിയത് അറിയിച്ചിട്ടുണ്ട് എന്നാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം, എന്തിനാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ബൈജു പൗലോസ് നിർണായകമായിട്ടുള്ള ഈ ഒരു വിഷയത്തിൽ തനിക്ക് അറിയാവുന്ന കാര്യത്തിനെ കോടതിയുടെ മുന്നിൽ വെച്ച് മറച്ചു വെക്കാനായിട്ട് ശ്രമിച്ചത്? എത്ര എംബാരസിംഗ് ആണ് എന്ന് ആലോചിച്ച് നോക്കുക. ദിസ് അവേർമെൻറ്റ് ഇൻ ദ പെറ്റിഷൻ would further show the high-handedness of PW192. PW192 എന്ന് പറയുന്നത് ഈ ഫോറൻസിക് ലാബിലെ ഇത് പരിശോധിച്ച ഉദ്യോഗസ്ഥനാണ്. ആൻഡ് PW261 ബൈജു പൗലോസ് in suppressing the fact that PW261 ബൈജു പൗലോസ് had clear knowledge about the change in hash value of the memory card and also regarding the reports informed by PW192. അതായത് ഈ ലാബിൽ ഇത് പരിശോധിച്ചിരിക്കുന്ന വ്യക്തി ഇങ്ങനെ ഒരു ഹാഷ് വാല്യൂ ചേഞ്ച് ഉണ്ട് എന്നതിനെക്കുറിച്ച് ബൈജു പൗലോസിനോട് പറഞ്ഞിരിക്കുന്ന കാര്യത്തിനെ മറ്റൊരാളിൻ്റെ റൈറ്റ്സിനെ പരിഗണിക്കാതെ ഈ രീതിയിലാണ് അദ്ദേഹം കൈകാര്യം ചെയ്തത് എന്നത് വളരെ ക്രിറ്റിസിസത്തോടു കൂടിയിട്ടാണ് കോടതി ബൈജു പൗലോസിനെതിരെ പറയുന്നത്. മോറോവർ, ദിസ് കമ്മ്യൂണിക്കേഷൻ ഈസ് അഡ്മിറ്റഡ് by PW261 in his statement filed before the Honorable High Court also. അതായത് തനിക്കിതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നു എന്നത് ഹൈക്കോടതിക്ക് നേരത്തെ പറഞ്ഞിരിക്കുന്ന റിട്ട് പെറ്റീഷൻ്റെ മറുപടി കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുണ്ട്. 2020 ജനുവരിയിൽ തന്നെ തനിക്കതറിയാം എന്ന് പറഞ്ഞിട്ട് ഈ വിചാരണ കോടതിയിൽ വന്ന് അദ്ദേഹം പറയുന്നത് 2 വർഷം കഴിഞ്ഞാണ് ഞാൻ അതിനെക്കുറിച്ച് അറിയുന്നത് എന്നാണ്. അപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു മറുപടി പറയുന്നതിന് വേണ്ടിയും ദിലീപിന് എതിരെ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടും ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ താല്പര്യം എന്നുള്ള ചോദ്യമാണ് ഇവിടെ പ്രധാനമായിട്ടും ഉയരുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒരുപാട് കാര്യങ്ങളിൽ ചോദ്യചിഹ്നത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രതിഭാഗം ആയിരുന്ന ദിലീപ് ആൻഡ് ടീം പുറത്തിറങ്ങി ആദ്യത്തെ അടിയടിച്ചത് ഒരു കൂട്ടം പോലീസുകാർ. ഇതിൽ പോലീസുകാർ 2 ചേരിയിലാന്നുള്ളത് ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോലീസുകാർ 2 ചേരിയിലാണ്, മനസ്സിലായില്ലേ? ആ 2 ചേരിയിൽ നിന്ന പോലീസുകാർ ഗൂഢാലോചന നടത്തി തനിക്കെതിരെ എന്ന് പറയുന്ന പോലീസുകാർ ഉണ്ടെങ്കിൽ ദിലീപ് ദയവ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? അതിനെതിരെ കേസിന് പോകണം. ഓക്കെ, ഒന്നില്ലെങ്കിൽ ദിലീപിനെതിരെയുള്ള ഗൂഢാലോചന, അല്ലെങ്കിൽ പോലീസുകാരുടെ തന്നെ വേറെ ഗൂഢാലോചന, അല്ലെങ്കിൽ അവർ വളരെ അലംഭാവത്തിൽ ചെയ്ത കുറേ കാര്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ തന്നെ തത്രപ്പാടിൽ കാണിച്ചു കൂട്ടിയ കുറേ കോമാളിത്തരങ്ങൾ. ഈ കേസ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ഈ കേസ് എവിടെയെങ്കിലും പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് പൊളിച്ചിട്ടുണ്ടെങ്കിൽ
അതിന് ഏറ്റവും വലിയ കാരണക്കാർ ഇവിടുത്തെ പോലീസുകാർ തന്നെയാണ്. മനസ്സിലായോ? ഇനി നടിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷക അവർ പലവട്ടം പറഞ്ഞിട്ടുണ്ട് അവർ ഭയങ്കരമായിട്ട് അധിക്ഷേപിക്കപ്പെട്ടൊരവസ്ഥയിൽ കൂടി പോയിട്ടുണ്ട്. കോടതിയിലാണെങ്കിലും അവർക്കൊരു വാല്യൂ കിട്ടില്ല എന്നൊക്കെ അവർ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു മെമ്മറി കാർഡിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഒരു കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് അതാണ് മെമ്മറി കാർഡ്. ഇതിൽ ഫോൺ കണ്ടെടുക്കപ്പെട്ടില്ല. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് പോയി. അതായത് ഈ കുട്ടീനെ സെക്ഷൽ റേപ്പ് ചെയ്യപ്പെട്ടിട്ട് അത് വീഡിയോയിൽ പകർത്തി അത് വെച്ചിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്ത് ഈ കുട്ടിക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാക്കുക എന്ന് പറയുന്ന ക്രൂരതയാണ് അതിൽ ചെയ്തത്. അതിൽ ആ വീഡിയോ ചെയ്ത ഫോൺ വക്കീലന്മാർ അത് കൊടുത്തില്ല. നശിപ്പിച്ചിട്ടുണ്ടെന്ന് ഞാനിപ്പോഴും വിശ്വസിക്കണില്ല. പക്ഷെ അവരത് കൊടുത്തില്ല. അതിൽ ഹൈക്കോടതിയിൽ നിന്ന് അവർക്ക് ഡിസ്ചാർജും കിട്ടി. സ്വാഭാവികമായും ആ കേസിൻ്റെ അന്വേഷണത്തിൽ ഒരു പ്രശ്നമായി നിൽക്കുന്ന ഒരു കാര്യമാണത്. അത് ഭാഗ്യമെന്നേ പറയണ്ടു. ഈ 2 അഡ്വക്കേറ്റ്സ്, ആലുവയിലെ 2 അഡ്വക്കേറ്റ്സ് ഇത് കോടതിയിൽ ഹാജരാക്കി. അവരുടെ ഒരു പ്രൊഫഷണൽ എത്തിക്സ് ഉണ്ട്. ആ മെമ്മറി കാർഡാണ് നമ്മളുടെ ഏക തെളിവ്. അതായത് ഇതാണ് ഞാൻ പറഞ്ഞത്, ഇത് പ്രൈമ ഫേസിൽ പോലീസുകാർ പൊട്ടിച്ചു വിട്ട ഒരു കേസാണ്. ഒരു പ്രതിനെ പിടിച്ചിട്ട് ആ പ്രതി ചെയ്ത ക്രൂരകൃത്യം ആ പ്രതി ഒരു ഫോണിൽ റെക്കോർഡ് ചെയ്തു എന്ന് പറയുമ്പോൾ ഇയാളെ ഏത് വിധേനയും ഇൻട്രോഗേറ്റ് ചെയ്ത് ആ തൊണ്ടി മുതൽ കണ്ടെത്തുക എന്നുള്ളൊരു കാര്യമുണ്ട്. അത് ഈ വിഷയത്തിൽ നടക്കാത്തത്. അതായത് ഈ പൾസർ സുനി എന്ന് പറഞ്ഞ വ്യക്തി ഇതൊക്കെ ചെയ്ത് ഒളിവിൽ പോയ സമയത്ത് കൃത്യമായി ഇൻ്റർഫിയറൻസ് വന്നിട്ടുണ്ട്. അയാളുടെ ഓരോ കാര്യങ്ങളും അയാളെ പഠിപ്പിച്ചിട്ടുണ്ട്. അയാളെ കംപ്ലീറ്റ്, അതായത് പൾസർ സുനി ഒക്കെ ഒരു കൊടും ക്രിമിനലാണ്. പക്ഷേ ഒരു ക്രൈം ചെയ്തതിന് ശേഷം അതിന് ലീഗലി കോംപ്ലിക്കേഷൻസ് വരാതെ എങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി റൂം എടുത്തു വെച്ച് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. കയ്യിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ മേടിച്ചെടുത്തിട്ടുണ്ട്. മനസ്സിലായോ? ഒരു മതിൽ ചാടിപ്പോയതിൻ്റെ ഒരു CCTV ആയിരുന്നല്ലോ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ മെമ്മറി കാർഡ് ഒരു കയ്യിലെടുത്ത് അത് ഷൂട്ട് ചെയ്ത ഫോൺ അവിടെ കൊടുത്തിട്ട് പോകുന്നതാണെങ്കിലോ അവിടെയുള്ള വ്യക്തിയുടെ കയ്യിൽ. പോലീസുകാർക്ക് ഒരു താല്പര്യവുമില്ല ഇത് ഷൂട്ട് ചെയ്ത ഫോൺ കണ്ടുപിടിക്കണം എന്നുള്ളത്. സോ ഈവൻ ദേ നോ ഇങ്ങനെ ഈ ഒരു ഫോണിൽ ഇത് ഷൂട്ട് ചെയ്ത ഫോണില്ല. ഇത് തന്നെയാണ് ബാലേന്ദ്രകുമാറിൻ്റെ സംഗതിയിലും പറ്റി. അയാൾ ഓഡിയോ റെക്കോർഡ് ചെയ്ത ഡിവൈസ് ഇല്ല. അതും ഒരു വട്ടം കോപ്പി ചെയ്ത് പിന്നെയും കോപ്പി ചെയ്തിട്ടൊക്കെയാണ് കൊണ്ടുവരണേ. ഈ ഡിജിറ്റൽ എവിഡൻസുകൾ കൊണ്ടുപോയിട്ട് കോടതിയിൽ കൊടുക്കുമ്പോഴുള്ള വിഷയങ്ങളാണ് ഇതൊക്കെ. മനസ്സിലായോ? അപ്പം എന്താണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, അന്വേഷണ ഉദ്യോഗസ്ഥർ അട്ടിമറിച്ചൊരു കേസിൽ പിന്നെ ഇവരൊക്കെ ഇനി എത്രത്തോളം വന്നിട്ട് ഇരയ്ക്ക് വേണ്ടി സംസാരിച്ചാലും ഒന്നും നടക്കാൻ പോകുന്നില്ല. 10/1/20 ഇതുണ്ടായിട്ടുണ്ടോയെന്നറിയില്ല. എനിവേ 10/1 ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ വന്നിട്ട് പറഞ്ഞു, SFSLൻ്റെ ഡയറക്ടർ ഈ സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം ഇവർ ഈ മെമ്മറി കാർഡ് കണ്ട സമയത്ത് ഹാഷ് വാല്യൂ മാറി എന്ന് പറയുന്നത് അവർ ഐഡൻറ്റിഫൈ ചെയ്തത് അപ്പം തന്നെ കോടതിനെ അറിയിച്ചു എന്നും അത് ഞാൻ അറിഞ്ഞു എന്നും ഈ റിപ്പോർട്ടിൽ അത് അവർ എഴുതി വെച്ചിട്ടുണ്ട്. അവരുടെ റിപ്പോർട്ടിൽ എഴുതി വെച്ചേക്കാം. ആ റിപ്പോർട്ടിൽ അറിഞ്ഞാൽ ഫസ്റ്റ് ജോലി എന്താ ഒരു കോടതിയുടെ? അത് ആ കേസിലെ പ്രൈം എവിഡൻസ് ആണെന്നറിഞ്ഞാൽ പ്രോസിക്യൂഷൻ അറിയിക്കണം. ഈ മെമ്മറി കാർഡ് ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് അത് പരിഹരിക്കേണ്ടതെന്ന് അന്വേഷിക്കണം. ഇത് ഒരു വളരെ പ്രധാനപ്പെട്ട ജോലിയാണ് കോടതിയെ സംബന്ധിച്ച്. കാരണം ഇതിൻ്റെ മിറർ ഇമേജാണ് നമ്മളിവിടെ കൊണ്ടുവന്നേക്കണത്. അപ്പോൾ ഇതിൻ്റെ മിറർ ഇമേജ് വേറെ ഉണ്ടോ എന്ന് അന്വേഷിക്കണം. ശരിയായിട്ടുള്ള കോപ്പി എടുത്തുണ്ടോ എന്ന് മാർക്ക് ചെയ്യിക്കണം. ഇത് അപ്പം ചെയ്യേണ്ട കാര്യമാണ്. അതിന് നമ്മളിവിടെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഇത് ഫോറൻസിക്കിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് ഫോർവേഡ് നോട്ട് വെച്ചപ്പോൾ അത് റിജക്റ്റ് ചെയ്യുകയാണ് മാഡം ചെയ്തത്. അത് റിജക്റ്റ് ചെയ്തു. ഒരിക്കലും ചെയ്യേണ്ട കാര്യമില്ല. കാരണം റീഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇത് ചെയ്യണത്. ഈ സമയത്ത് എല്ലാ ഫോർവേഡ് നോട്ടും അന്വേഷണം നടത്തുമ്പോൾ കോടതികൾക്ക് ഇടപെടാൻ പാടില്ല. ഈവൻ വിക്ടിമിന് ഇടപെടാൻ പാടില്ല, പ്രതിക്ക് ഇടപെടാൻ പാടില്ല. അത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ മാത്രം ഒരു റൈറ്റാണ്. ആ സമയത്ത് അദ്ദേഹം മേടിച്ച ഒരു ഫോർവേഡ് നോട്ട് റിജക്റ്റ് ചെയ്തു. ആ റിജക്റ്റ് ചെയ്തത് എങ്ങനെയാണ്? റിജക്റ്റ് ചെയ്തത് ഞാൻ കേസ് കൊടുത്തതിന് ശേഷം, ഇത് ഇത്രയും പുകിലായതിന് ശേഷം. ഞാൻ പറഞ്ഞു ഒരിക്കലും കോടതി ചെയ്യാൻ പാടില്ല. ഈ കോടതിയുടെ പെരുമാറ്റം മൊത്തം ജുഡീഷ്യറിക്ക് എന്തുമാത്രം അപമാനം ഉണ്ടാക്കി. ഞാൻ പറയുന്ന ഞാൻ ഇപ്പം മനസ്സിലായില്ല ഞാനായിരുന്നു ശരിയെന്ന്.
100% കോടതിയെ സമ്മതിച്ചു നമ്മളാ ശരിയെന്ന്. അപ്പോൾ ആ ചെയ്ത തെറ്റുകൾ മുഴുവൻ ഏറ്റുപറയേണ്ട ഉത്തരവാദിത്വം കോടതികൾക്കുണ്ട്. അവരുടെ ഈ പെരുമാറ്റം മൊത്തം ജുഡീഷ്യറിനെ അവമതിപ്പുണ്ടാക്കി, ഹൈക്കോടതിനെ അവമതിപ്പുണ്ടാക്കി. ഇപ്പോൾ ഈ കേസിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു മഹേഷ് മോഹൻ, ഒരു ക്ലർക്ക്, അയാൾ രാത്രി ഉപയോഗിച്ചു 11 മണി. അത് മാത്രമാണോ അതിൽ വിഷയം? 1 വർഷം അയാൾ ഇത് ചെസ്റ്റിൽ നിന്ന് മാറ്റിയെടുത്ത് അയാളുടെ പേഴ്സണൽ കസ്റ്റഡിയിൽ വെച്ചുകൊണ്ട് നടന്നു. അത് അത്രയും ഇല്ലീഗലല്ലേ? അത് കഴിഞ്ഞിട്ട് പറഞ്ഞു അന്ന് ജില്ലാ ജഡ്ജി ആയിരിക്കുകയും ഇന്ന് ഹൈക്കോടതി ജഡ്ജി ആയിരിക്കുകയും ചെയ്യുന്ന ജഡ്ജിയുടെ അറിവോടുകൂടി അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞിട്ടാണ് ചെയ്തതെന്നാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും അതിൽ അദ്ദേഹത്തിൻ്റെ മൊഴി എടുക്കണ്ടേ? കോടതിയിൽ ഞാൻ വീണ്ടും പറഞ്ഞല്ലോ, പല കാരണങ്ങൾ കൊണ്ടും ഈ മെമ്മറി കാർഡിൻ്റെ ഒരു മിത്ത് ഇതിനകത്തുണ്ട്. ഓക്കെ ഒറ്റ നോട്ടത്തിൽ കോടതി ഒരു വിധി പറയുന്ന സമയത്ത് അതിനകത്ത് FSL ഇത് വന്ന സമയത്ത്, റിപ്പോർട്ട്സ് വന്ന സമയത്ത് ഹാഷ് വാല്യൂ മാറിയിട്ടില്ല, സാധനം ടാമ്പർ ചെയ്തിട്ടില്ല. പക്ഷേ ദേർ ആർ ലൂപ്പ് ഹോൾസ്. പ്രതിഭാഗത്ത് നിൽക്കുന്ന വ്യക്തികൾക്ക് കൃത്യമായിട്ട് ടെക്നോളജി അത് യൂസ് ചെയ്യുന്നവർ അതിൻ്റെ ലൂപ്പ് ഹോൾസ്, അതിൻ്റെ ഏറ്റവും പീക്ക് സ്ഥലം, ടെക്നോളജി ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, അത് ഏതൊക്കെ രീതിയിൽ മാറ്റിയും മറിച്ചും ചെയ്യാമെന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് നല്ല ഐഡിയ ഉണ്ട്. ഹൈദരാബാദിലും ബാംഗ്ലൂരിലും കൊൽക്കത്തയിലൊക്കെ ആയിട്ട് നല്ല രീതിയിൽ അറിവുള്ള ആളുകളാണ് പ്രതിഭാഗത്ത് നിൽക്കുന്നവർ. അതിനായിട്ടുള്ള ആളുകളും അവരുടെ കയ്യിലുണ്ട്. അങ്ങനെയുള്ള സമയത്ത് കോടതിയിൽ നിന്ന് ഇങ്ങനൊരു ആക്ടിവിറ്റി നടന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്നും എവിടെയും ഒരു പരാമർശവും നടത്താതെ ഇതേപോലെ ഇത് FSL റിപ്പോർട്ട് വന്ന സമയത്ത് ഹാഷ് വാല്യൂ മാറിയിട്ടില്ല, സോ എവറിത്തിങ് ഈസ് ഇൻടാക്റ്റ് എന്ന് പറഞ്ഞ് മാത്രം നിർത്തേണ്ട ഒരു കാര്യമാണോ വിധിയിൽ എന്നുള്ളൊരു ചോദ്യം ബാക്കിയാണ്. മെമ്മറി കാർഡാണ് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്, മനസ്സിലായോ? അപ്പോൾ ആ മെമ്മറി കാർഡിൽ നിങ്ങൾ ഒരു ഇൻസ്ട്രുമെൻറ്റിൽ ഇട്ടപ്പോൾ ഹാഷ് വാല്യൂ മാറി അല്ലേ? ഞാൻ തെളിവെടുപ്പ് വന്നു, തെളിവെടുപ്പ് വരുമ്പോൾ ഞാൻ ഈ മെമ്മറി കാർഡ് മാർക്ക് ചെയ്യാം. എനിക്ക് ഈ ഹാഷ് വാല്യൂ മാറുന്നത് അറിയില്ല. ഞാൻ പറയണത് A എന്ന് പറയുന്ന ഹാഷ് വാല്യൂവിന് ഒരു നമ്പറുണ്ട്. ആ നമ്പറിലാണ് ഉള്ള ഒരു മെമ്മറി കാർഡാണിത്. ഇത് ഞാൻ എക്സിബിറ്റ് P1 ആയിട്ട് മാർക്ക് ചെയ്യുന്നു എന്ന് പറയണം. ഹാഷ് വാല്യൂ മാറിയത് ഒരു സ്ഥലത്തും പറയണില്ല. ഇവർ സുപ്രീം കോടതി പോയിട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ കയ്യിൽ ഒരു രേഖയുണ്ട്, എന്താ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട്. അപ്പം ഞാൻ മാർക്ക് ചെയ്ത രേഖ അതല്ലല്ലോ, B ആയി മാറിയിട്ടുണ്ട്. ഇതെനിക്കറിയണില്ല. ഇവർ ഡിഫൻസ് എവിഡൻസിന് ആയിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് പറയുകയാണ്, കോടതിയിൽ ഹാജരാക്കാണ്, ഇത് A അല്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി അവർക്ക്, കാരണം സംശയത്തിൻ്റെ ആനുകൂല്യം അവർക്കാണ്. അപ്പോൾ ടാമ്പർ ചെയ്യപ്പെട്ടു ആ മെമ്മറി കാർഡെങ്കിൽ ആ മെമ്മറി കാർഡിന് എവിഡൻഷ്യറി വാല്യൂ ഇല്ല. സ്വാഭാവികമായി എൻ്റെ കേസ് പോയി. ഈ സമയത്താണ് എൻ്റെ എൻട്രി. അതായത് നേരത്തെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ പോലെ ഇത് ടാമ്പർ ചെയ്യപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോടതിയുടെ നിരീക്ഷണത്തിൽ ടാമ്പർ ചെയ്തിട്ടില്ല. എന്നാൽ അതിൻ്റെ ശ്രമം നടന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ശ്രമം നടന്നതായിട്ട് പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, കേൾക്കുന്ന പ്രേക്ഷകർക്ക്. കോടതിക്ക് പക്ഷേ അത് കോടതിയുടെ കൺസിഡറേഷൻ എടുക്കേണ്ട കാര്യമില്ല. പ്രതിഭാഗത്തിനും വാദിഭാഗത്തിനും ഇത് വേണമെങ്കിൽ കൺസിഡർ ചെയ്തിട്ട് 2 രീതിയിൽ വാദിക്കാം. ഒന്ന് ടാമ്പർ ആക്കാനുള്ള ശ്രമം ടാമ്പറായി എന്ന് പറയാം, ബാക്കിയുള്ളവർക്ക് ഇത് അട്ടിമറിച്ചു എന്ന് പറയാം. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. പക്ഷെ കോടതിയുടെ നിരീക്ഷണത്തിൽ കോടതിക്ക് ഈ പറഞ്ഞ ഇതിലൊന്നും ചോദ്യത്തിന് ഉത്തരം കൊടുക്കേണ്ട കാര്യമില്ല. ഇത് ആരെ ഫോണിലിട്ടു, എത്ര നേരം ഇട്ടു, ഇതൊന്നും കൊടുക്കണ്ട. എൻഡ് ഓഫ് ദി ഡേ ഒരു വിധി പറഞ്ഞ് അതിൻ്റെ വിധി പകർപ്പിൽ എഴുതി വയ്ക്കുമ്പോൾ റിപ്പോർട്ട്സിൻ്റെ അടിസ്ഥാനത്തിലും തെളിവുകളുടെ അടിസ്ഥാനത്തിലും ഹാഷ് വാല്യൂ ഓഫ് ദ ഡോക്യുമെൻറ്റ്സ് മാറിയിട്ടില്ല എന്ന് മാത്രം എഴുതിയിട്ട് അത് പോയാൽ മതി എന്നുള്ള സ്കീമിലാണ് ഇവിടെ വിധി പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ വിധിയിൽ ഇവർ ചോദ്യം ചെയ്യുന്നതിൽ ഒരു പ്രത്യേകിച്ചൊരു തെറ്റുള്ളതുപോലെ എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ എന്തും നമുക്ക് ചോദ്യം ചെയ്യാമല്ലോ. നമ്മൾ അങ്ങോട്ട് എന്താ പറയുക, എല്ലാം കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലത്തെ ഒരവസ്ഥയുണ്ട് ഈ മെമ്മറി കാർഡിൻ്റെ കേസിൽ. ഞാൻ പറയുന്നു ഈ മെമ്മറി കാർഡിൻ്റെ കേസിൽ. ഓക്കെ, ഇനി ഇവിടെ ഭാഗ്യലക്ഷ്മി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് ഗൂഢാലോചന, ശരിയാണ്, ഗൂഢാലോചന തെളിയിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതിന് വ്യക്തമായ തെളിവുകളുണ്ട്, അതിന് വ്യക്തമായ ആളുകളുണ്ട്. അല്ല, എന്തുകൊണ്ട് 21 പേർ എന്നോട് പറഞ്ഞതാണല്ലോ. അതിൽ ഭാമ എന്ന് പറയുന്ന ആ പെൺകുട്ടി എന്നോട്
പേഴ്സണലി സംസാരിച്ചതാണല്ലോ. ഇത് ഇന്ന ആൾ തന്നെയാണ് ചെയ്തത് എന്നിട്ട് കോടതിയിൽ വന്ന് മൊഴി മാറ്റി. എന്തുകൊണ്ട്? എവിടെയൊക്കെ എന്തൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കെല്ലാം വളരെ വ്യക്തമാണ്. ഓക്കെ, ഭാഗ്യലക്ഷ്മി പറയുന്നു ഭാമ പറഞ്ഞിട്ടുണ്ട് ഇത് ചെയ്തത് ദിലീപാണ് എന്നുള്ള. ദിലീപ് എന്നുള്ള പേര് ഇവിടെ ഭാഗ്യലക്ഷ്മി പറഞ്ഞിട്ടില്ലെങ്കിലും ഇറ്റ്സ് അബൌട്ട് ദിലീപ് എന്നുള്ള കാര്യം എന്താണെങ്കിലും ഓബ്വിയസ് ആണ്. ഓക്കെ, അങ്ങനെ ഇങ്ങനെ മൊഴി മാറ്റി പറഞ്ഞവരുണ്ട്. പലരും ഹിയേഴ്സേ പോലെ അവിടെയും ഇവിടെയും പറഞ്ഞവരുണ്ട്. ഇപ്പം എൻ്റെ ചെവി കിടക്കുന്നുണ്ട് കുറേ ആൾക്കാർ പറയുമ്പോൾ നിങ്ങൾ നീ ആരാ നീ നോക്കെ. അത്യാവശ്യം നമുക്ക് ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ അറിയുന്നതുകൊണ്ട് തന്നെ കുറച്ച് ആളുകളൊക്കെ പറഞ്ഞ പല കാര്യങ്ങളും എൻ്റെ ചെവിയിൽ കിടക്കുന്നുണ്ട്. പക്ഷെ ഒന്നും നമുക്ക് അങ്ങനെ വന്നിരുന്ന് തെളിവുകളില്ലാതെയോ അല്ലെങ്കിൽ ഒരു ഹിയർസേ ആയിട്ട് പറഞ്ഞു പോകാൻ പറ്റുന്നൊരു കേസൊന്നും അല്ല ഇത് എന്നുള്ളത് കൊണ്ട് അതൊന്നും പറയാനും പറ്റില്ല നമുക്കൊന്നും. പക്ഷെ ഇവിടെ ഭാഗ്യലക്ഷ്മി വന്ന് കൃത്യമായിട്ട് ഭാമയെ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നു. അപ്പോഴാണ് ഞാനിങ്ങനെ ഇതിൻ്റെ പഴയ വീഡിയോസ് ചകഞ്ഞ് നോക്കുന്ന സമയത്ത് വേറൊരു ലീഡ് കണ്ടത്. നമ്മൾ ഇത്രയും ദിവസം അവിടെ ബിനാമി ഇടപാടുകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, 8ാം പ്രതിയായിരുന്ന ദിലീപിൻ്റെ ബിനാമി ഇടപാടുകളെക്കുറിച്ച് പറയുന്നുണ്ട്. ബിനാമി ഇടപാട് ഇപ്പോൾ രാഷ്ട്രീയക്കാർക്കും സിനിമാക്കാരുടെ ഇടയിലൊക്കെ അത്യാവശ്യം പൈസക്കാരുടെ ഇടയിലൊക്കെ നടക്കുന്ന ഒരു ആക്ടിവിറ്റി അല്ലേ. അപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് സൈൻ ചെയ്ത് മേടിച്ചത് അങ്ങനത്തെ സാധനങ്ങളിലൊക്കെ ഈ ബിനാമി സ്കീം നമ്മൾ പറയുമ്പോൾ ഒരു യുവനടി 2017 ഒരു യുവനടി പോലീസിൻ്റെ റഡാറിൽ നിരീക്ഷണത്തിലായിരുന്നു. ഇപ്പോൾ പോലീസ് ആ യുവനടിയെ ചോദ്യം ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനൊരു പശ്ചാത്തലമുണ്ട്. കാരണം ദിലീപിൻ്റെ അക്കൗണ്ടുകളെക്കുറിച്ച് വ്യാപകമായൊരു പരിശോധന ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ് 2-3 മാസങ്ങളായി പോലീസ് നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ആണ് ദിലീപിൻ്റെ ഒരു ബിനാമി അക്കൗണ്ട് പോലീസ് കണ്ടെത്തി. ആ ബിനാമി അക്കൗണ്ടിൽ നിന്ന് ഈ യുവനടിയുടെ അക്കൗണ്ടിലേക്ക് വലിയ തോതിൽ കോടികളുടെ ഒരു ക്യാഷ് ട്രാൻസാക്ഷൻ നടന്നതായി വ്യക്തമാവുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് ഈ നടി കുറേ ദിവസങ്ങളായി ഈ നടിയും നിരീക്ഷണത്തിലായിരുന്നു. അതിനിടെയാണ് കഴിഞ്ഞ ദിവസം മൂകാംബികയിൽ വെച്ച് ഈ നടിയും കാവ്യ മാധവനുമായി ഒരു രഹസ്യ കൂടിക്കാഴ്ച നടന്നു എന്ന് പോലീസ് മനസ്സിലാക്കുന്നത്. അത്തരം ഒരു സാഹചര്യങ്ങളെല്ലാം ഈ യുവനടിയെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്ന സാഹചര്യമാണുള്ളത്. പ്രധാനപ്പെട്ട ഈ 2 കാര്യങ്ങൾക്കാവും യുവനടി ഇക്കാര്യത്തിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരിക. കാരണം ഇത്ര ഉയർന്ന തുക എന്തുകൊണ്ട് എന്താവശ്യത്തിന് ഈ പ്രസ്തുത അക്കൗണ്ടിൽ നിന്ന് യുവനടിയുടെ അക്കൗണ്ടിലേക്ക് എത്തി, അതിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ എന്തിനായിരുന്നു, എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരും. മാത്രമല്ല ദിലീപ് അറസ്റ്റിലായതിനു ശേഷം 2 പേരും കൊച്ചിയിൽ താമസിക്കെ മൂകാംബികയിൽ വെച്ച് കാവ്യയുമായി എന്താണ് കൂടിക്കാഴ്ച നടത്താനുണ്ടായ കാരണം, അങ്ങനെ ചില കാര്യങ്ങൾ പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. അത് ഒരു സ്ഥിരീകരണം ലഭിക്കാനും അക്കാര്യത്തിൽ ഈ യുവനടിയുടെ വിശദീകരണം കേൾക്കാനും വേണ്ടിയാണ് ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ സംശയാസ്പദമായ മറ്റു ചില സാഹചര്യങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, ഈ നടിയും ദിലീപും കാവ്യയുമായി അടുത്ത സൗഹൃദമുണ്ട്. അടുത്ത സുഹൃത്തുക്കളാണ് ഇവർ വർഷങ്ങളായി. മാത്രവുമല്ല ഈ അടുത്തിടെ ഈ നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം പൾസർ സുനിയെ പ്രതിയാക്കി കുറ്റപത്രം കൊടുത്ത് ഈ കേസ് ഏതാണ്ട് തീർന്നു എന്ന് വിചാരിക്കുന്ന ഘട്ടത്തിൽ ദിലീപും കൂട്ടരും കൂടി ഒരു US പര്യടനം നടത്തിയിരുന്നു. ആ പര്യടനത്തിൽ ഈ യുവനടിയെയും ദിലീപും നാദൃശയും കാവ്യയും ഒക്കെ ഉൾപ്പെടുത്തിയിരുന്നു. അതായത് അത്രമേൽ സുദൃഢമായൊരു ബന്ധം ഇവർ തമ്മിൽ ഉണ്ട് എന്ന് വ്യക്തമാണ്. അങ്ങനെ ഒരു സൗഹൃദത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരം ചില സാമ്പത്തിക ഇടപാടുകൾ സംശയാസ്പദമായി നടന്നിരിക്കുന്നത് എന്നും മനസ്സിലാക്കുന്നു. മാത്രവുമല്ല ഈ സംഭവത്തിന് മുമ്പ്, നടി ആക്രമിക്കപ്പെടുന്ന സംഭവത്തിന് മുമ്പ് ദിലീപുമായി കേവലം 3 സിനിമകളിൽ മാത്രമേ ഈ നടി അഭിനയിച്ചിട്ടുള്ളൂ. എന്നാൽ പിന്നീട് ഈ ബന്ധം സുദൃഢമാവുകയും ഈ അടുത്തിടെ ചിത്രീകരണം പൂർത്തിയാകാതെ ഇടയ്ക്ക് വെച്ച് നിന്നുപോയ 2 ചിത്രങ്ങളിൽ ഈ നടി പ്രധാന വേഷങ്ങളിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിലടക്കം ഷൂട്ടിംഗ് പുരോഗമിക്കുകയും അവസാനം ദിലീപിൻ്റെ അറസ്റ്റോടുകൂടി ചിത്രീകരണം മുടങ്ങുകയും ചെയ്ത ഒരു സിനിമ, അങ്ങനെ 2 സിനിമകളിൽ ഈ നടി പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. അതായത് ഈ അടുത്ത നാളുകൾക്കിടയിൽ ദിലീപും കാവ്യയുമായി ഈ നടിക്ക് വളരെ അടുത്ത ഒരു ബന്ധം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട്. അപ്പോൾ പോലീസിന് ചില സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾ ദൂരീകരിക്കുക. ഒരു യുവനടി, അന്നത്തെ യുവനടി ബിനാമി അക്കൗണ്ടിൽ നിന്ന് ആ യുവനടിക്ക് പൈസ ലഭിക്കുന്നു. ആ പൈസ എന്തിനു വേണ്ടിയുള്ള പൈസ, ആരെ സെറ്റിൽ ചെയ്യാനുള്ള പൈസ എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരവൊക്കെ പോലീസ് കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഇതിലെന്താ അറിയുമോ, നമ്മളിപ്പോൾ കാണുന്ന വിധിപ്പകർപ്പും കോടതിയിൽ നടന്ന അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാഗ്വാദങ്ങളും കാര്യങ്ങളും കേസ് അന്വേഷണത്തിൻ്റെ നാൾവഴികളൊക്കെ എടുത്തു നോക്കിയാൽ
ഇനീഷ്യൽ ആ ഒരു വർഷം, ഒരു 6 മാസം ഒക്കെ ഉണ്ടായിരുന്ന ഇതിൻ്റെ ഈ കേസിനൊരു പ്രോഗ്രഷൻ ഉണ്ടായിരുന്നു. പലരിലൂടെ പോയി ഇങ്ങനെ വരുന്നൊരു ഫേസ്, അതൊക്കെ കംപ്ലീറ്റ്ലി അങ്ങോട്ട് മാറി വേറെ രീതിക്ക് ഈ കേസ് മാറി തുടങ്ങി. മനസ്സിലായോ? സിറ്റുവേഷനോ എവിഡൻസോ കാര്യങ്ങളോ ഒന്നും മാച്ച് ചെയ്യാത്ത പോലെ അവില് കുഴയണ പോലെ കുഴഞ്ഞ് നടക്കുന്നൊരു കേസ്. പല കാര്യങ്ങളും ഡിസ്കഷനിലില്ല, പല കാര്യങ്ങളും ഇൻവെസ്റ്റിഗേഷനിലില്ല, പല കാര്യങ്ങളും ഇനി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്താലും അതിന് തുമ്പോ തെളിവോ ഇല്ല. അങ്ങനെ പോവാണ് ഈ കേസ്. ഒരാളുടെയോ ഒരു കൂട്ടം ആളുകളുടെയോ ഇൻഫ്ലുവൻസ്, പേഴ്സണൽ താല്പര്യം, അവരുടെ വേറെ എന്തെങ്കിലും അജണ്ടകളൊക്കെ കാരണം അലകും തുമ്പലും ആയിപ്പോയി. ഇതിനകത്ത് ഈ രാഷ്ട്രീയപരമായിട്ടുള്ള, മതമല്ല കേട്ടോ, രാഷ്ട്രീയപരമായിട്ടുള്ള കുറേ മുതലെടുപ്പുണ്ട്, പേഴ്സണലായിട്ട് കുറേ വ്യക്തികളുടെ മുതലെടുപ്പുണ്ട്, പിന്നെ കുറേ ആൾക്കാരുടെ പേഴ്സണൽ ഫേവേഴ്സിന് വേണ്ടിയിട്ട് ഈ സംഗതി തിരിച്ചും മറച്ചും വിട്ടിട്ടുണ്ട്. അങ്ങനെ പല രീതിയിൽ ഈ കേസ് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ട് ഈ കേസിനകത്ത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസും ആദ്യത്തെ ഒരു 10-15 ദിവസത്തിനപ്പുറം പുറം ലോകത്തേക്ക് എത്തിയിട്ടില്ല. 15 ദിവസം മീഡിയയിൽ എവിടേക്കോ വന്നു പോയ കാര്യങ്ങൾ അത് മീഡിയയിൽ മാത്രമായിട്ട് കുഴിച്ചു മൂടപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതിപ്പോൾ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണോ എന്നൊന്നും പറയാൻ പറ്റില്ല. എന്താണെങ്കിലും ഇവർക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് ഇവർ അഭിനയിച്ചുകൊണ്ടിരുന്ന സിനിമയുടെ ഭാഗമായിട്ട് വീണ്ടും കുറേ കോൺട്രവേഴ്സീസൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. ജീൻ പോൾ ലാലിനെതിരെ നടിയുടെ പരാതി ശരിയെന്ന് പോലീസ്. ഇത് ഈ ഹണി ബി 2 സമയത്തെങ്ങാണ്ട് ബോഡി ഡബിൾ ഉപയോഗിച്ച് ഒരു യങ് ആക്ട്രസിനെ ഇവർ എന്തോ അശ്ലീലമായി എന്തോ പറഞ്ഞു എന്നോ അങ്ങനെ കുറേ ഒരു കേസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് ഒത്തുതീർപ്പിലേക്ക് പോയി എന്നുള്ളതൊക്കെയാണ് ലേറ്റർ ഓൺ അറിയാൻ കഴിഞ്ഞത്. അതിൽ ശ്രീനാഥ് വാസിക്കെതിരെ, ജീൻ പോളിനെതിരെ, പിന്നെ അതിനുശേഷം ഈ പറഞ്ഞ അച്ഛൻ ലാൽ വന്നിട്ട് പിന്നെ അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു. ദാറ്റ് എക്സ്പ്ലനേഷൻ ഈസ് ലൈക്ക് വിയേർഡ്. ഒരു ദിവസം 40,000 രൂപയ്ക്ക് എങ്ങാണ്ട് കുറച്ച് സീൻ അഭിനയിക്കാൻ വന്ന ഒരു ആളെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതൊന്നും ആക്സെപ്റ്റബിൾ അല്ല. ഓക്കെ. പിന്നെ ആക്ട്രസ് 10 ലക്ഷം രൂപ ഇവരോട് ചോദിച്ചു എന്നും അങ്ങനെ കുറേ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും. സോ ഇതിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഫേസ് ഈ ഹണി ബി 2 എന്ന് പറഞ്ഞ സിനിമയുടെ ഏതെങ്കിലും കോണിലേക്കൊക്കെ പോയിട്ടുണ്ടോ എന്നുള്ളത്, കാരണം അങ്ങനെ അന്വേഷിക്കണമല്ലോ ഈ സാധനം. മനസ്സിലായോ? ഒരൊറ്റ ആംഗിൾ പിടിച്ച് പോവല്ലല്ലോ വേണ്ടേ. പ്രശ്നങ്ങളും ഉള്ളൊരു സ്ഥലത്താണ് ഒരു അറ്റ്മോസ്ഫിയറിലായിരുന്നു ഈ ലേഡി ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരൊറ്റ പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്ത് കേസ് അന്നും ഇന്നും കൊണ്ടുപോകുന്നു. അതല്ലാതെ അതിൻ്റെ പുറത്തുള്ള ഡയമെൻഷൻസ് എക്സ്പ്ലോർ ചെയ്യാൻ ആർക്കും താല്പര്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്കൊന്നും പോകണ്ട, അല്ലേ?